അപ്പോൾ താങ്ക് യു. അതൊരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. സിനിമ നല്ലതാണെങ്കിൽ എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ എക്സാമ്പിളാണ് തലവൻ. ആദ്യത്തെ ഷോ കഴിഞ്ഞ് സിനിമയ്ക്ക് തലവന് ഒരു പോസിറ്റീവ് അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ നല്ല സിനിമയാണെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം മുതൽ എല്ലാവരും സോഷ്യൽ മീഡിയയുടെ ആണെങ്കിലും വേർഡ് ഓഫ് മൗത്ത് കൂടെ ആണെങ്കിലും ഒക്കെ സിനിമയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. ഓവർ ടു ജിസ്റ്റാർ. താങ്ക്സ് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാം, ഈ ആസിഫ് ലിജുവേട്ടൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ്. അപ്പോൾ ആ കോമ്പിനേഷൻ എൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ അത് മോശമാക്കരുത്, ആൾക്കാരെ കൊണ്ട് എത്രത്തോളം നല്ലത് പറയിക്കാൻ പറ്റുമോ അതായിരുന്നു എൻ്റെ ടെൻഷൻ. ഈ ഷൂട്ടിന്റെ സമയത്തൊന്നും പുറത്ത് കാണിച്ചിട്ടില്ലെങ്കിലും. അപ്പോൾ അത് ഹോൾ ഹാർട്ടഡ്ലി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തതിലും സിനിമയെ ഇരു കൈ നീട്ടി സ്വീകരിച്ചതിലും അതിനൊക്കെ ഏറെ സന്തോഷം. മനസ്സ് തുറന്നുള്ള റിവ്യൂസ് തിയേറ്ററുകളിൽ നിന്നും വളരെ ഓർഗാനിക് ആയിട്ടുള്ള റിവ്യൂസ്, പ്രൊഫഷണൽ റിവ്യൂക്കാരാണെങ്കിലും പിന്നെ ഓഡിയനാണെങ്കിലും ഒക്കെ. അപ്പോൾ അതിനുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വെരി ഇമ്മീഡിയറ്റ്ലി ഇന്ന് തന്നെ രാവിലെ തന്നെ ഈ പ്രസ് മീറ്റ് വെക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. ആസിഫ് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി ചെയ്തപോലെ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ താങ്ക് യു സോ മച്ച്. ഈ സിനിമ റിവ്യൂവേഴ്സ് മോശം അഭിപ്രായം നമ്മുടെ സിനിമയെ പറ്റി പറയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നത് പോലെ, നമുക്ക് സങ്കടം വരുന്നത് പോലെ, നല്ലത് പറയുമ്പോൾ അവരോട് നന്ദി പറയാനുള്ള കടമ കൂടി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ സിനിമയെ നല്ലത് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച എല്ലാ റിവ്യൂവേഴ്സിനോടും കൂടി ഒരു നന്ദി പറയുന്നു. താങ്ക് യു. എല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുന്ന ശബ്ദം ജാഫറിനിക്ക് പ്ലീസ്. അല്ല, ആ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പിരിമുറുക്കത്തിലിരിക്കുമ്പോ ജാഫറിക്കാട് ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രിയിലാണ് ഈ കയ്യടി തിയേറ്ററിൽ കിട്ടിയിരുന്നത്. മതി പറഞ്ഞ് കൈയടിക്കട്ടെ. ജാഫറിക്ക പ്ലീസ്. ഹലോ, നമ്മൾ രണ്ടും നമുക്ക് സംസാരിക്കാം. സിംഗിൾ തല രാവണനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ ഇവര് പറഞ്ഞ പോലെ തന്നെ ഇത് തന്നെ പറയാനുള്ളത്. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോഴും ഒരു 3 ദിവസം മുമ്പ് വന്നു. ഞാൻ പറഞ്ഞു നമ്മൾ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് വേദനിപ്പിക്കുന്ന അഭിപ്രായം അത് പറഞ്ഞാൽ ഇനി പിന്നെ അതിനെക്കുറിച്ച് മറുപടി ഏതൊക്കെയായാലും ഇതിന് നമ്മുടെ ഈ പടത്തിന് ഇങ്ങനെ അഭിപ്രായം മൊത്തത്തിലൊരു അഭിപ്രായം പറഞ്ഞ് അങ്ങനെ സഹായിച്ച എല്ലാവർക്കും ഞങ്ങളെല്ലാവരും നന്ദിയും പറഞ്ഞു. ഇതാണ് ഏറ്റവും യാഥാർത്ഥ്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചുമ്മാ ഒരു മോശമായിട്ട് പറയുക എന്ന് തോന്നിക്കുന്ന രീതിയിൽ പറയുമ്പോഴുള്ള വിഷമങ്ങളുള്ളത്. ആർക്കും അഭിപ്രായമൊക്കെ പറയാമല്ലോ. ഏതായാലും ഈ പടത്തിനകത്ത് ഞാനൊരു ചെറിയ വേഷമല്ല, വലിയ വേഷമാണ്. ഒരു എൻ്റെ ഞാൻ പറയട്ടെ, ഞാനൊക്കെ മിമിക്രിയിൽ പ്രൊഫഷണലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഡയറക്ടർ സാറ് അന്ന് അങ്ങനെ സിനിമയുടെ സ്വപ്നമായിട്ട് നടന്ന ചരിത്രമുണ്ട്. പിന്നെ എനിക്കിപ്പോൾ 1, 2, 3 പടത്തിലായി ചാൻസ് തരാൻ പറ്റും. നന്ദി രേഖപ്പെടുത്തുക നമ്മളെ ഓർക്കുന്നതിനും പിന്നെ ഈ പടത്തിലൊരു ഭാഗമാകാൻ പറ്റിയതിലും നല്ലതാണെന്ന് അറിഞ്ഞാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഒന്നുകൂടെ സംസാരിക്കാം. ഓക്കെ. സിംഗിൾ തല രാവണൻ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ്. ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിക്കുക, അതിലൊരു നല്ല വേഷം ചെയ്യാൻ സാധിക്കുക, ആ സിനിമയും നമ്മുടെ വേഷമൊക്കെ ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യവും അനുഗ്രഹവുമാണ്. ജിസ്മോനുമായിട്ട് എനിക്കൊരു 30 കൊല്ലത്തെ അല്ലേ പരിചയമുള്ള ആൾക്കാരാണ്. അതിനുശേഷം കുറേ പടങ്ങൾ ചെയ്തപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഇത്രയും പരിചയം ഉണ്ടായിട്ട് എന്താണ് എന്നെ വിളിക്കാത്തത് എന്നൊരു അപ്പോൾ ചോദിക്കണമെന്നുണ്ട്, എന്താണ് വിളിക്കാത്തതെന്ന്. അപ്പോൾ ചോദിക്കാനൊരു മടിയുണ്ട് ഇങ്ങനെ ഇരുന്ന്. പക്ഷെ തെളിയുമോ നോക്കാൻ വേണ്ടിയാണ്. പക്ഷെ എന്തായാലും തന്നപ്പോൾ മനസ്സ് നിറഞ്ഞ നല്ലൊരു വേഷം തന്നെ തന്നു. പടം കണ്ട പലരും റോഷാക്കിന് ശേഷം ചെയ്ത ഒരു നല്ല ക്യാരക്ടറാണെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ജിസ്മോനെ.
അതേപോലെ തന്നെ പ്രിയപ്പെട്ട ബിജുവും ആസിഫും അരുണും ജാഫർക്ക് ഇവരുടെ എല്ലാം ഒപ്പം വീണ്ടും ഒരു നല്ല പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ സാധിച്ചത്. മിയ അനുശ്രീ, നിങ്ങളുടെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി, സോറി. അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ടിന് എന്നും ഈ ഹൃദയത്തിൽ ഒരു എന്താ പറയുക സ്നേഹം ഉണ്ടാവും. അപ്പോൾ കാണാത്തവർ കാണട്ടെ ഇനി, അല്ലേ? തീർച്ചയായിട്ടും കണ്ട് ഇനിയും വിജയിപ്പിക്കട്ടെ ഞങ്ങളുടെ സ്നേഹം. മനസ്സിൽ വേറെ എന്തൊക്കെയാണ് മെഷീൻ മേടിക്കണോ എന്തൊക്കെയാണോ? അല്ല, ഇന്നലെ മുതൽ അന്യഭാഷ റീമേക്ക് റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് വിളി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് പ്രൊഡ്യൂസർ അതിന്റെ തിരക്കിലാണ്. കുറച്ചും കൂടെ ചിന്തിക്കട്ടെ. കേൾക്കുന്നില്ലേ? അപ്പൊ ആളതിനെ കുറിച്ച് കുറച്ചും കൂടെ ചിന്തിക്കട്ടെ. നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് അവസരം കൊടുക്കാം, അല്ലെ? ഈ സമയത്ത് അത്യാവശ്യം നമ്മുടെ സിനിമയിലെ കുറെ പേരൊക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ മേജർ ഫാക്ടർ നമ്മുടെ ബീച്ചേട്ടനെ സത്യം പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മൊമെന്റില് ബീച്ചേട്ടൻ ഇവിടെ വേണമായിരുന്നു. തമിഴ്നാട് പബ്ലിസിറ്റി ഏൽപ്പിച്ചേക്കുവാണ്. അദ്ദേഹം ചെന്നൈയിലാണുള്ളത്. ചെന്നൈ നല്ല റിവ്യൂസ് വരുന്നുണ്ടോ, പുള്ളി അവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഇത്രയും പേരുടെ ഇടയിൽ കിടക്കുന്നതിന് നല്ലത് ഞാൻ ഒറ്റയ്ക്ക് അവിടെ കയ്യടി വാങ്ങിക്കോളാം. ഇപ്പൊ വിളിക്കും കേട്ടോ, എനിക്ക് കസറിയിട്ടില്ലല്ലോ. എന്തായാലും ഒത്തിരി സന്തോഷം. നമ്മളെല്ലാവരും ഒരു സിനിമ നന്നാവണം, നല്ലതായിട്ട് വരണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയും ആഗ്രഹത്തോടെയും ഒക്കെയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. അതിന് എല്ലായ്പ്പോഴും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് വരണം എന്നില്ല. പക്ഷെ ഈ ഒരു സിനിമ എന്താ പറയുന്നത്, നമ്മൾ ആഗ്രഹിച്ചു നല്ലൊരു റിസൾട്ട് വരണമെന്ന് ആഗ്രഹിച്ചു. അതിന്റെ അപ്പുറത്തേക്കുള്ള നല്ലൊരു റെസ്പോൺസ് ആളുകളുടെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷം. കണ്ട ആളുകളോടും നല്ല റെസ്പോൺസ് തന്ന ആൾക്കാരോടും ഒക്കെ നന്ദി. ഇനി കാണാത്തവരോട് ഇത് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. കാരണം ഇന്നലെ മുതൽ നമ്മുടെ മൂവി റിലീസ് ചെയ്തത് മുതൽ ഒരുപാട് നല്ല കമന്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഒരുപാട് നല്ല റിവ്യൂസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമാണ്. മിയ പറഞ്ഞതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമകളും നല്ല രീതിയിൽ വിജയിക്കണം. അതിലുപരി സിനിമ വിജയിക്കുക എന്നതിലുപരി നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും ആൾക്കാർ അതിനെപ്പറ്റി പറയണം, അവർ ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ ഓരോ ക്യാരക്ടറും ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വലിയ പാർട്ടല്ലെങ്കിലും എന്നാലും വളരെ ചെറിയ പാർട്ടല്ലെങ്കിലും ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ സ്പെസിഫിക്കലി പറയുമ്പോൾ പേഴ്സണലി നമുക്ക് സന്തോഷമാണ്. അപ്പോൾ ഒത്തിരി മൊത്തത്തിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം മഴയൊക്കെയാണ്, ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാ ആൾക്കാരും മൂവി കാണുന്നുണ്ട്. കണ്ട ആൾക്കാർ വിളിച്ചു പറയുന്നതൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ഡിസപ്പോയിന്റ്മെന്റ് തോന്നുന്ന ഒരു കമന്റ്സ് ഇതുവരേക്കും കേട്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിലും കാണാത്തവർ പോയി മൂവി കാണുക. നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറഞ്ഞിട്ട് ജിസേട്ടൻ്റെ ഒരു പുതിയ ഒരിത്, അതെ, അതപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ആർക്കും നിരാശരാകേണ്ടി വരില്ല. സോ മോസ്റ്റ്ലി എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം. കാണാത്തവർ എന്തായാലും ഇന്ന് മുതൽ പോയി കാണാം. താങ്ക് യു സോ മച്ച്. കൊച്ചാൻ്റെ അഭിനയിച്ച് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് മോളായിട്ട് അഭിനയിച്ച ഇപ്പം നടന്ന സംഭവം എൻ്റെ അടുത്ത് വേണ്ടിക്കാന്ന് പറഞ്ഞ് കൈ കാണിച്ചൊന്നും പോയി. ഞാനും ഇവിടുത്തെ അസുഖം ഞാൻ ഇരിക്കുക. ഞാൻ ചെന്ന് സോറി പറഞ്ഞു. എനിക്കെന്തെല്ലാം കൊച്ചിനെ മനസ്സിലായില്ല. സത്യം ലാസ്റ്റ് സോറി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കുമ്പിളപ്പം തന്നെ മഹേഷ് ചേട്ടൻ എനിക്ക് നടത്തിയിട്ട് പോയതാണ്. സ്വന്തം മോളെ തിരിച്ചറിയാത്ത അച്ഛൻ. കുഴപ്പമില്ല, തെറ്റു പറയാൻ പറ്റില്ല. ഞാൻ അന്ന് കാനഡയിൽ പോയില്ലേ, അപ്പൊ ഒരുപാട് ഇത് കുടുംബ വഴക്ക് തീർക്കാനുള്ള ഒരു വേദിയായിട്ട് കാണരുത്. നമസ്കാരം. ഒരു തുടക്കക്കാരൻ എന്നുള്ള ലെവലിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ആക്ച്വലി ഫ്രണ്ട് സീറ്റിലേക്ക് ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അപ്പം ആക്ച്വലി തുടക്കക്കാരൻ എന്നുള്ള ലെവലിൽ ജിസ്മോന്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുക അതൊരു ബ്രാൻഡാണ്, ശരിക്കും അറിയാം. അപ്പം ഞാൻ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അതിന്റെ കൂട്ടത്തിൽ ആസ്കയും ബീച്ചാണ്ടും ഇങ്ങനെ കാണുന്നുണ്ട്.
ഇതിൽ അഭിനയിച്ച് കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ഇപ്പോൾ ഒരു തുറക്കാരൻ എന്നുള്ള ലെവലിൽ. പിന്നെ ഭയങ്കര നല്ല റിവ്യൂസ് വരുന്നുണ്ട്. അത് ആദ്യമായിട്ടാണ് മനസ്സിലാവുന്നത് നമുക്ക് ഇങ്ങനെയാണ് ഒരു ഹിറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഫസ്റ്റ് ടൈമാണ് ജീവിതത്തിൽ. അപ്പം അത് ഭയങ്കര ഫീലാണ്. എന്തായാലും താങ്ക് യു എല്ലാവരും. ഇനിയും പടം കാണുക എന്നുള്ളതേ ഉള്ളൂ പറയാൻ. താങ്ക് യു സോ മച്ച്. അതെ, നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ. കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജിസേട്ടാ ഇപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് അഭിപ്രായം വരുന്നു. അപ്പോൾ ഈ തേച്ച് മിനിക്ക് ഉണ്ടാക്കിയെടുത്തൊരു കാർത്തിക് ഉണ്ടല്ലോ, ഈ നമുക്ക് എവിടെയും മുമ്പത്തെ ഒരു ആസിഫലിനെ കാണാനില്ല. നോട്ടത്തിലും നടപ്പിലും ഇരിപ്പിലും ഒക്കെ പുതിയൊരു ആസിഫലി. അത് കഴിഞ്ഞ് ട്രോളുകളൊക്കെ വരാൻ തുടങ്ങി. മറ്റേ ലിയോയുടെ മീം വെച്ചിട്ട് ബാഡാസ്, മിസ്റ്റർ ലിയോദാസ് ബാഡാസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കണ്ടോ എങ്ങനെയാ ഈ പുതിയൊരു ആസിഫലിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ? അതായത് ഈ ആസിഫിന്റെ ബൈസിക്കൽ ക്യൂസിൽ ആസിഫിനെ സമീപിക്കുമ്പോൾ ആസിഫ് അല്ല ഇപ്പോൾ ഈ ഗ്രാജുവലി ഉള്ള പ്രോഗ്രസ് ആസിഫിന്റെ ആസ് എൻ ആർട്ടിസ്റ്റ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ആസിഫിന് എപ്പോഴും നമുക്കറിയാം ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ്. ഒത്തിരി നാള് നമുക്ക് കണ്ണടച്ച് ആസിഫ് അലി എന്ന് ആലോചിക്കുമ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിലെ ട്രെയിനിൽ ഇരുന്നിട്ടുള്ള ആ സീനാണ് ആദ്യം മനസ്സിൽ വരുന്നത്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഈ കാർത്തിക് എന്ന് പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള, പ്രത്യേകിച്ച് ബിജുചേട്ടന്റെ ഒപ്പം ഇടിച്ചിടിച്ച് ഒപ്പത്തിനൊപ്പം ആരാണ് മുകളിൽ ആരാണ് താഴെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എത്ര മെച്ചുവേർഡ് ആയിട്ടാണ് ആസിഫ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് രാവിലെ എന്നെ മധുബാലായിട്ട് വിളിച്ചിരുന്നു, ഡയറക്ടർ മധുബാല. അപ്പൊ അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചത് ഈ വിഷയത്തെ കുറിച്ച് മാത്രമാണ്, ആസിഫിന് വന്ന മാറ്റത്തെ കുറിച്ചാണ്. അപ്പൊ ഞാൻ മധുബാലായിട്ടൊന്ന് പറഞ്ഞു, ചേട്ടാ ആ മാറ്റം തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നത് ചേട്ടന്റെ ഒഴിമുറി എന്നൊക്കെ പറയുന്ന അല്ലെ ആസിഫ്, ആ സിനിമയിലാണ് ആ ഒരു ബോയ് എന്നുള്ള സമൂഹത്തിൽ നിന്ന് മാറിയിട്ടൊരു മെച്ചുവേർഡ് കൈൻഡ് ഓഫ് മാറ്റത്തിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. എന്താണോ ഞാൻ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി എഴുതിയത് അല്ലെങ്കിൽ ആലോചിച്ചത്, അത് 150% ഭംഗിയായിട്ടാണ് ആസിഫ് ചെയ്തിരിക്കുന്നത്. ഇനിയും മിനുക്കാൻ പരിപാടികളുണ്ടോ? ഏത് ഈ സിനിമ? അല്ല, ഇനി വരാൻ പോണ സിനിമകൾ? തീർച്ചയായിട്ടും. ഇനിയിപ്പോ അങ്ങനെയല്ലേ, ഏറ്റവും പുതിയത് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പുതിയത് എന്താ പറയാ യുണീക്ക് അല്ലാത്ത ഒന്നും ഇനിയുള്ള ഓഡിയൻ അംഗീകരിക്കില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ വെറുതെ ഒരു സിനിമ ചെയ്യുന്നതിന് ഇനി സ്കോപ്പില്ല. യുണീക്ക് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ തേച്ചുമിനിക്ക് ഫൈനൽ മറ്റേ ഡ്രാഫ്റ്റും കൊണ്ട് ഇനി ഫൈനൽ ഡ്രാഫ്റ്റുമായിട്ടേ ഷൂട്ടിന് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ സെറ്റിൽ പോയിട്ടുള്ള പരിപാടികൾ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഈ കാർത്തിക് ഇതുവരെ ചെയ്യാത്ത കുറെ മാനറിസം, ആസിഫ് അലി ഇതുവരെ ചെയ്യാത്ത കുറെ മാനറിസങ്ങൾ കാർത്തിക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചിന്തിക്കുമ്പോൾ താടി ചൊറിയുന്നതായാലും അല്ലെങ്കിൽ ചില വളരെ കാഷ്വൽ ആയിട്ട് ആളുകളിൽ നിന്ന് ട്രൂത്ത് എടുക്കുന്നതായാലും അയാൾ വളരെ സാധാരണയായി ചോദിക്കുന്ന കാര്യത്തില പല പ്രധാനപ്പെട്ട ട്രൂത്തുകളും പുറത്തേക്ക് വരുന്നത്. ഈ അതൊക്കെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണോ അതോ ഇതിന് ഒരു പുഷ് കൊടുത്തിട്ടുണ്ടായിട്ടുള്ള രീതിയിൽ? ഇല്ല, ഉറപ്പായിട്ടും അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ക്യാരക്ടർ ഡീറ്റെയിലിങ്ങിലൊന്നും ഞാനായിട്ട് എഫേർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ജിസിന്റെ സ്ക്രിപ്റ്റിലും നറേഷനിലും ഓരോ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ഓരോ ഷോട്ടിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. കാർത്തിക് എന്താണ്, കാർത്തിക് നല്ല ഓരോ ക്യാരക്ടേഴ്സിനും ഐഡന്റിറ്റി ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ജിസിനുണ്ടായിരുന്നു ഓരോ ക്യാരക്ടേഴ്സിന്റെയും സ്വഭാവ രീതിയും സംസാരിക്കുന്ന രീതിയല്ല. അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്തെന്ന് മാത്രം. പിന്നെ ഞാൻ ഈ സിനിമയുടെ ആദ്യത്തെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു എനിക്ക് പോലീസ് വേഷം ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ ഒരു വലിപ്പമൊക്കെ വെച്ച് ഞാൻ പോലീസുകാരനായാലും എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു കോംപ്ലക്സ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ കുറ്റവും ശിക്ഷയാണ് ആ പേടി എനിക്ക് മാറ്റി തന്നത്. ഇതിലേക്ക് വന്നപ്പോൾ ഒരു ഏറ്റവും വലിയ ടാസ്ക് ബിജു മേനോന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു. പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്ന ബിജു മേനോൻ എന്ന് പറഞ്ഞാൽ നെറ്റിപ്പട്ടം കിട്ടിയ ആരെ പോലെയാണ്. അപ്പൊ അതിന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. അവിടെ നിന്ന് കണ്ട് എൻ്റെ അടുത്തേക്ക് ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അത് പക്ഷെ കാർത്തികിന്റെ ക്യാരക്ടറൈസേഷനിലൂടെ എനിക്ക് കിട്ടിയതാണ്. അത് സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്കും അതൊരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. ചേട്ടപ്പോ കാർത്തികിന്റെ ഒരു ചിരി എങ്കിലും അപ്പുറത്തെ ക്യാരക്ടർ ബിജുമാന്റെ ക്യാരക്ടറിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം നെറേറ്റീവ് മാറുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഈ സിനിമയിൽ ഒരുപാട് മൈക്രോ ഡീറ്റെയിലിംഗ് ഉണ്ട്. നിങ്ങൾ കുത്തിയിരുന്നതിന്റെ ലൂപ്പ് ഹോൾ അടച്ചത് നമുക്ക് മനസ്സിലാവും. കുറെ ഏരിയയില് ഇതെന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പോൾ ലാസ്റ്റ് നിങ്ങളൊരു ഡയലോഗ് ഒക്കെ പറഞ്ഞ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഇതില്. അപ്പൊ എത്ര ഡ്രാഫ്റ്റ് പോയിട്ടുണ്ട് ഇതിനകത്ത് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട്? ഇതില് കുറെ ഡ്രാഫ്റ്റ് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്
പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഈ സിനിമ തുടങ്ങി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ ഒരു റൂട്ടിലേക്ക് ഈ സിനിമ പോകാം എന്ന് തോന്നി. അതുവരെ ഞാൻ ആസിഫിനോട് വിജയനോട് പറഞ്ഞ കഥയല്ലാതെ മറ്റൊരു സംഗതി ഉരുത്തിരിഞ്ഞു വന്നായിരുന്നു സിനിമ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പൊ അന്ന് മുതൽ എനിക്കറിയാം ഞാൻ എടുക്കേണ്ട എഫേർട്ട് കുറച്ച് വലുതാണ്. ഈ പറഞ്ഞ പോലെ രാത്രികളിലും ഷൂട്ട് കഴിഞ്ഞിട്ടും രാവിലെയൊക്കെ സംഭാഷണം എഴുതുന്ന ജോലി ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പറയേണ്ട അതിന്റെ റൈറ്റേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ തിരക്കഥ ശരത്തും ആനന്ദുമാണ്. ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള 2 റൈറ്റേഴ്സാണ്. ഭയങ്കരമായിട്ട് അവര് വലിയ ലെവലിലേക്ക് വരും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇതിൽ ഈ സംഭാഷണം എഴുതുന്ന ജോലിയാണ് എന്റെ. പക്ഷെ ഈ സിനിമ തുടങ്ങി 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ട്രാക്ക് ഓപ്പൺ ആയി കിട്ടി. അപ്പോൾ ആ ട്രാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എവറി ഡേ എഴുത്തായിരുന്നു. എല്ലാ ദിവസവും എഴുതുന്ന സീനുകൾ തന്നെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എല്ലാ പടങ്ങളിലും 6 പടങ്ങളിലും ആ ഫൈനൽ ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എഴുതുന്ന ഒരു എഴുത്തുണ്ട്. അതാണ് എനിക്ക് തരുന്ന ഏറ്റവും ആ ഡ്രാഫ്റ്റാണ് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. പുതിയ ജിസ് ജോയ് ആണെങ്കിൽ പോലും ചില ഏരിയയിലൊക്കെ പഴയ ജിസ് ജോയ് ഉണ്ട് ഡയലോഗ്സിലൊക്കെ. എന്റെ പ്രശ്നം എന്റെ ഉത്തരങ്ങളാണ് സാർ എന്നൊക്കെ പറയുന്ന ചില സിനിമാറ്റിക് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അത് ആ ജിസ് ജോയിനെ ഓർത്തിട്ട് എഴുതിയതാ അല്ല. അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇവർ തമ്മിലുള്ള ഒരു പ്രോബ്ലം തുടങ്ങുമ്പോൾ ഒറ്റയടിക്ക് ഒരു ഇഷ്യൂ തുടങ്ങാൻ പറ്റത്തില്ല. ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാജുവലി ഒരു ഗ്രാഫ് ഉണ്ടാവണം. അപ്പൊ അതിൽ പറഞ്ഞു ഇയാൾ 1.5 വർഷം കൊണ്ട് 5 ട്രാൻസ്ഫർ മേടിച്ച ആളാണ്. 1.5 വർഷം കൊണ്ട് പറയുമ്പോൾ അമ്മാവനാണ് മന്ത്രി. പക്ഷെ അമ്മാവൻ പോലും അറിഞ്ഞിട്ടില്ല ഇയാൾ 1.5 വർഷം കൊണ്ട് 5 ഡ്രാഫ്റ്റ് കിട്ടി. അതല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ചോദ്യത്തിൽ നിന്ന് പോയി ചോദ്യം എന്തായിരുന്നു? പഴയ ജിസ് ജോയ് അങ്ങനെ ഓർത്തെഴുതിയതല്ല. ഇതിപ്പോ ജാഫർ ഇടുക്കിച്ചന്റെ ക്യാരക്ടറിനെ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. അത്രയും ടെൻഷനിൽ നിൽക്കുമ്പോ ചിരി ഉണ്ടാക്കാം. അത് എങ്ങനെ വന്ന ഐഡിയ? അത് എനിക്ക് എഴുതി വന്നപ്പോഴേ ഇത് ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് കഥ പോകുമ്പോ എവിടെയോ ഒരു റിലീഫ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഈ ക്രൂവിലുള്ള എല്ലാവരും എതിരായിരുന്നു. ശരിയല്ല, എല്ലാവരും ഫുൾ ടീമുകൾ ആ ക്യാരക്ടർ അങ്ങനെ കൊടുക്കുന്നത് അവിടെ ക്യാരക്ടർ പറയരുത് എന്നുള്ളതായിരുന്നു. അത് ശരിക്കും എന്റെ പിടിവാശിയായിരുന്നു. അത് വേണം. ഈവൻ എഡിറ്റിൽ വന്നപ്പോ പോലും അത് കളയാനൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു രീതിയിലും അപ്പൊ എനിക്കിതിന്റെ അല്ല അങ്ങനെ ആ രീതിയിൽ ഒരുപാട് പേര് കാണുമ്പോഴേ എന്നുവെച്ചാൽ സിനിമ ഇറങ്ങുന്നത് വരെ നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കാലിറ്റി ഇത്രയേ ഉള്ളൂ. സിനിമ ഇറങ്ങുന്നവരെ നമുക്കറിയില്ല ഓഡിയൻസ് എന്താണ് ഇഷ്ടപ്പെടാൻ പോകുന്നത്. ഇത്രയും സീരിയസ് ആയിട്ട് പോകുമ്പോൾ അത് വന്നാൽ അലമ്പാകുമോ, ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ നമ്മൾ വരുമ്പോഴും. പക്ഷെ എന്റെ മനസ്സിലാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒരുപക്ഷെ അപ്പുറത്തേക്ക് ഒരു സീക്വൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും എന്റെ മനസ്സിലതുണ്ട്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഒരിക്കലും ക്യാരക്ടറിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനകത്ത് കുറെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇട്ട് വെച്ചിട്ടുണ്ട് ആ ക്യാരക്ടറിനകത്ത്. അല്ല, ഇപ്പൊ ഈ നേരത്തെ ഇന്റർവ്യൂല് പറഞ്ഞില്ലേ ജിസ്റ്റ് പടത്തില് തോക്ക് കാണുന്നു, ചോര കാണുന്നു, മറ്റേ വാള് കാണുന്നു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ ഇതൊന്നും ഈ ജിസ്റ്റ് പടങ്ങളായിട്ട് വലിയ സാമ്യമില്ലാത്ത പരിപാടികളാണല്ലോ. നിങ്ങൾക്ക് എത്രമാത്രം പ്രശ്നമായിരുന്നു അത്ര എലമെന്റ്സുകൾ ഈ സെറ്റിലൊക്കെ കാണുമ്പോൾ? അല്ല, എനിക്ക് ചുവന്ന ലൈറ്റ് എനിക്ക് ആദ്യം ഇതിന്റെ ഞങ്ങളുടെ ഫസ്റ്റ് നറേഷനിൽ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാര്യം ജിസിനെ എനിക്ക് പേഴ്സണലി അറിയാവുന്നത് കൊണ്ടും ജിസുമായിട്ട് ഇത്രയും വർഷത്തെ പരിചയം ഉള്ളത് കൊണ്ടും ശരിക്കും നിങ്ങളൊക്കെ കാണുന്ന സൺഡേ ഹോളിഡേ ആണ് ജിസ് ജോയ്. അപ്പോ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ആക്ടേഴ്സ് നമ്മളുടെ സ്ഥിരമായിട്ടുള്ള ഫോർമുലാസ് പൊളിക്കണം, നമ്മുടെ ക്യാരക്ടർ ആർക്ക് പൊളിക്കണം എന്നൊക്കെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുമല്ലോ, ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം. അങ്ങനെ ഒരു സംവിധായകന് തോന്നി ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന അതും എന്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സോണിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നൊരു സംവിധായകൻ തോന്നുകയും
അപ്പൊ ജിസ് അങ്ങനെ ഒരു കംഫർട്ട് സോൺ പൊളിച്ച് പുറത്തേക്ക് വരുമ്പോ അതിനു വേണ്ടി എടുത്ത സ്ക്രിപ്റ്റും അതിനു വേണ്ടിയിട്ട് എഫേർട്ടും ഇത് ആദ്യം ജിസ് പറഞ്ഞില്ലേ നമ്മൾ ആരും കേട്ട സ്ക്രിപ്റ്റ് അല്ല ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിരുന്നത്. ഇതിന്റെ ഒരു ഇനീഷ്യൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിട്ട് മാത്രമേ ഇപ്പൊ ഞങ്ങൾക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. ഈ സിനിമ ത്രൂ ഔട്ട് ഷൂട്ടിങ്ങിൽ ഇത് ഇവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാകുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് ലൊക്കേഷൻ, ഓരോ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന ആർട്ടിസ്റ്റ് എല്ലാവരും വരുന്നതനുസരിച്ച് ഈ സിനിമ ഇവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതായിരിക്കാം ചിലപ്പം ഇത്രയും ഈ പറഞ്ഞ വിഷ്ണു ചോദിച്ചതുപോലെ ഇത്രയും ഡീറ്റെയിലിംഗിലേക്കും ഇത്രയും കുഞ്ഞി കാര്യങ്ങളൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് വളരാനുള്ള ഒരു കാരണം. പിന്നെ ഇതില് എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ എഡിറ്റർ സൂരജിനെ പറ്റിയിട്ടാണ്. ഈ സിനിമ ഷൂട്ട് ചെയ്ത്, അത് തീർച്ചയായിട്ടും 2 പ്രൊഡ്യൂസേഴ്സിനോട് പറയണം. കാര്യം ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് 1 വർഷം എടുത്തു ഇതിന്റെ റിലീസ് ഡേറ്റ് ഡിക്ലെയർ ചെയ്യാൻ. ആ സമയം മുഴുവൻ ഇതിന്റെ എഡിറ്റിലാണ് ഡയറക്ടർ ജിസ് ജോയിയും ഇതിന്റെ എഡിറ്റർ സൂരജും സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസവും ഒരു 4 മണിക്കൂർ വെച്ച് ജിസ് ജോയി ആ എഡിറ്റ് സൂട്ട് പോയിരുന്ന് ഇതിന്റെ ഏറ്റവും നല്ല വേർഷന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സൂരജിന്റെ കോൺട്രിബ്യൂഷൻസ് ഇതിന്റെ അകത്തുണ്ട്. ഈ പറഞ്ഞ 8 മാസം ജിസിന് കൊടുത്ത് ഈ 2 പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും വലിയ കൈയടി അർഹിക്കുന്നത്. ഈ ജിസേട്ടൻ ആദ്യമായിട്ട് വിളിക്കുമ്പോ ഭയങ്കര അടുത്ത സുഹൃത്താണല്ലോ. അപ്പൊ ആദ്യമായിട്ട് വിളിക്കുമ്പോ ഈ പറഞ്ഞ ഈ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര സർപ്രൈസിങ് എന്തോരം ഉണ്ടായിരുന്നു. കാരണം ഈ നമുക്ക് ദേഷ്യം തോന്നുമല്ലോ ഒരു പോയിന്റിലൊക്കെ. തോന്നുമോ? വെറുപ്പ് തോന്നുന്നു എന്നാണ് എന്നോട് എല്ലാരും പറഞ്ഞത്. പറയിപ്പിച്ചു. അല്ല, ജിസ്മാൻ അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. നമുക്കറിയാം, ഇപ്പം ഈ പറഞ്ഞല്ലോ, വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇല്ലാണ്ട് വിളിക്കില്ല എന്ന് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നു, ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിനകത്ത് പിന്നെ എനിക്ക് പറയാനുള്ളത്, ആ ക്യാരക്ടറിൻ്റെ അതിനൊരു രൂപമുണ്ടല്ലോ, ഒരു കാരിക്കേച്ചർ രൂപമുണ്ടല്ലോ, അതിന് ഒരുപാട് സഹായിച്ചത് റോണക്സ് മേക്കപ്പാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു കുര്യത്തിനൊക്കെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഡാർക്ക് ഷെയ്ഡൊക്കെ ഇട്ടാക്കുന്നത്. പിന്നെ ഈ പറഞ്ഞല്ലോ, നമ്മൾ മിമിക്രിയിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് ആദ്യം നമ്മളൊരാളുമായിട്ടൊന്ന് ജിസ്മോനായിട്ട് പരിചയം ഉണ്ടെങ്കിൽ പോലും അഭിനയിച്ചു തുടങ്ങുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ചിലപ്പോൾ നമ്മുടെ അഭിനയം എടുക്കുക എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ചിലപ്പോൾ കുറച്ച് കുറേ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതലിട്ട് അഭിനയിക്കാൻ നോക്കും. കുറേ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എടുക്കാതെ വെച്ചിരിക്കുന്ന കുറേ സാധനം ഉണ്ടല്ലോ പഴയ തൊട്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ അഭിനയം എടുത്തപ്പോൾ അപ്പൊ ജിസ്മാൻ പറഞ്ഞു, അത്രയും വേണ്ട നമുക്ക് ഈ പടത്തിൽ, ഇത് മതി. ഭയങ്കര രസമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്കവിടെ ഒരു നല്ലൊരു കുടുംബം പോലെ ഏറ്റവും സന്തോഷകരമായി ഇനി ഇവരുടെ ടീമിൽ വരട്ടെ എന്നതല്ല. ഈ സ്ക്രിപ്റ്റില് ഭയങ്കര പിരിമുറുക്കം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഷൂട്ട് ഭയങ്കര ആസ്വദിച്ചു. പ്രത്യേകിച്ച് ജാഫർക്ക് വരുമ്പോ ജാഫർക്കടയിൽ ഇത്ര ഹൈറ്റുള്ള ഒരു സ്പീക്കർ, ഇതുപോലത്തെ ഒരു കോർഡ്ലെസ് മൈക്കുണ്ട്, രാത്രി ഗാനമേള, മിമിക്രി, ബിജുമേനന്റെ പാട്ട്, ഭയങ്കര അതെ കമ്മിറ്റ് ചെയ്തിട്ട് പരിപാടിക്ക് വരാത്ത ആൾക്കാർ. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു അത്രയും ആസ്വദിച്ചതും ഒക്കെയാണ് ഈ സിനിമയിലേക്ക് ഇപ്പോ ഈ ഇതിന്റെ ഒരു എൻഡ് റിസൾട്ടിൽ ഇത്രയും ഭംഗിയായിട്ട് ഇത് കാണുന്നത്. ഇന്നലെ പടം കാണാൻ വേണ്ടി ഫാമിലി ഉമ്മയും വൈഫും ഒക്കെ വന്നു. പടം കഴിഞ്ഞ ശേഷം ഭയങ്കരമായിട്ട് കെട്ടിപ്പിടുത്തവും ആസിഫിന്റെ കണ്ണുനീരൊക്കെ വന്നു. അപ്പൊ ഒരു ഹിറ്റ് ഓൾറെഡി ആസിഫിക്ക് പ്രതീക്ഷിച്ചിട്ടാണ് ഫാമിലി അടക്കം. എന്റെ ഫാമിലി എന്റെ ഹിറ്റ് ആദ്യം കാണണം എന്നൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഹിറ്റ് ഓൾറെഡി പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ സിനിമയിൽ വന്നിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 15 വർഷം ആവാറായി. ഇതുവരെ എന്റെ വാപ്പ ഉമ്മയും എന്റെ കൂടെ റിലീസിന് തിയേറ്ററിൽ വന്നിട്ടില്ല. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒന്നും ഈ റിസൾട്ട് വരുമ്പോ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാനുള്ള ഒരു സൗകര്യം ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോ അതെ അതിന്റെ സുഖം എന്താണെന്ന് അവരൊന്നും അറിയണ്ടേ. അപ്പൊ എനിക്ക് പേഴ്സണലി ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ തന്നെ ആയിരുന്നു തലവൻ. അപ്പൊ ഞാൻ ജസിന്റെ കൂടെ ഒരു സിനിമയിൽ സാധാരണ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് സമയം ഇതിൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്റെ സുഹൃത്തും കൂടി ആയതുകൊണ്ട്. അപ്പൊ എനിക്ക് എവിടേക്കോ ഒരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എങ്ങാനും എനിക്ക് കിട്ടിയാലോ എന്നുള്ളത് കൊണ്ട് അതെ വാപ്പനും ഉമ്മ അവര് തൊടുപുഴയിൽ നിന്ന് വന്നു.
ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്റെ കൂടെ ഇരുന്ന് കാണുന്നത്. അതിൽ ആളുകളുടെ റിയാക്ഷനും കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും വന്ന് എന്റെ ചുറ്റും നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ദൂരെ നിന്ന് അഭിമാനത്തോടെ നോക്കുന്ന എന്റെ വാപ്പായെ ഞാൻ ഉള്ളി കണ്ടിട്ട് നോക്കി സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രോൾ ഉണ്ട്, കുറച്ചു കാലം മുമ്പ് ഇറങ്ങിയതാണ്. ഇപ്പൊ ബ്ലോക്ക് ബാസ്റ്റർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആസിഫ് അലി, അപ്പൊ അവനെ വിളിക്ക് എന്ന് പറയുമ്പോൾ ജിസ്റ്റ് വരുന്നു. അങ്ങനെ അത് ഇവനിപ്പോ നമ്മള് ഒരു വിജയം കൊടുക്കണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവാറുണ്ടോ ആസിഫ് എന്നുള്ള ഫ്രണ്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ? ഒന്നുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അത് ആസിഫ് എന്നുള്ള മാത്രമല്ലേ, ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു പോയിന്റിൽ ഇപ്പൊ ചേട്ടനായിക്കോട്ടെ, നമ്മൾ നറേറ്റ് ചെയ്യുന്ന ഒരു കഥ കേട്ട് വിശ്വസിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അതിനെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ എഫോർട്ട് എടുത്ത് അതിനെ നന്നാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യണം. അത് ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും. പക്ഷെ എനിക്ക് ആസിഫിനോടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്, എന്റെ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന കഥ അന്നത്തെ ഒരു 4-5 യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവർക്കത് വർക്കാവില്ല, ചിലവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാം, അഭിനയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആസിഫിന്റെ അടുത്തേക്ക് പോയി. ആസിഫിന് ഞാൻ എഴുതിയത് അങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ്. ആ 2 മണിക്കൂർ എടുത്ത് നറേറ്റ് ചെയ്തപ്പോ കൃത്യമായിട്ട് ആസിഫിന് അത് മനസ്സിലായി. അപ്പൊ അന്ന് മുതലുള്ള ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. അതിനുമ്പ് അറിയാമെങ്കിലും അപ്പൊ അന്ന് മുതലുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് ആസിഫ് തരുന്ന ഒരു ഡേറ്റ്, അവിടെ നമ്മൾ സുഹൃത്തല്ലല്ലോ, പ്രൊഫഷണലിയാണ് ഞാൻ അതിനെ കാണുന്നത്. അത് നമ്മൾ ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ആ കിട്ടുന്നതിന് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് എനിക്ക് ഉറപ്പായിട്ടും എനിക്കത് എന്നെ സഹായിക്കണം, എനിക്കും ഗുണം ചെയ്യണം. അപ്പൊ അതിനേക്കാളേറെ എന്നെ വിശ്വസിക്കുന്ന എന്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റും അവർക്ക് എല്ലാവർക്കും ഗുണം ചെയ്യണം എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വളരെ ബോധേഡാണ് അതിനെ കുറിച്ച്. ഞങ്ങൾ 2 പേരാണ് ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത്, അല്ലേ ജാഫർ? ബൈസിക്കിൾ തീവ്സ് അത് അതാണ്. ഇപ്പൊ ഇന്നലെ ഡയറക്ടർ രഞ്ജിത്ത് സാർ വിളിച്ചിട്ട് വളരെ നല്ല റിവ്യൂസ് കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ സംസാരിച്ചു. അപ്പൊ എനിക്ക് സന്തോഷമുള്ളത്, ഈ കയ്യൊപ്പ് എന്ന് പറയുന്ന സിനിമ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ബാബു എന്നല്ലേ ക്യാരക്ടറിന്റെ പേര്? അതെ, ഫിറോസ് ബാബു, കറക്റ്റ്. ബാബു എന്നാണ് പറയുന്നത്. നമുക്ക് വന്ന് പറയുന്നത് നിന്റെ ജാതിയോ മതം ഒന്നും എനിക്കറിയില്ല. അതെ, എക്സാക്ട്ലി. ആ ഭയങ്കര മനോഹരമായ സീനാണ്. നിങ്ങൾ കയ്യൊപ്പ് എന്ന് പറയുന്ന സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റായിട്ടും കാണണം. അതിൽ നമുക്ക് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു സിംഗിൾ ഷോട്ട് സീനുണ്ട്, ഗംഭീര സീനാണ്. അതിൽ സംസാരിക്കുന്ന മുഴുവൻ ജാഫർക്കയെ കുറിച്ചാണ്. ഞാൻ ജാഫർക്കെ അന്നാണ് നോട്ട് ചെയ്തത്. ജാഫർക്കെ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് വരേണ്ട ഒരു ആർട്ടിസ്റ്റ്. അതിനുമ്പ് മിമിക്രിയിൽ എനിക്കറിയാമോ ജാഫർക്കയെ? അന്ന് നോട്ട് ചെയ്താണ്. ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് ആര് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജാഫർ ഇടുക്കി എന്ന് പറഞ്ഞ ആളുണ്ടാവും എന്നുള്ളത്. അങ്ങനെയാണ് ബൈസിക്കിൾ ദിവസത്തിലേക്ക് വിളിക്കുന്നത്. ഇപ്പോ ഈ മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു കാര്യമുണ്ടല്ലോ, കാരണം ഈ സിനിമയിലുടനീളം ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് കൊണ്ടുപോകാനും ഏറ്റവും ഹെൽപ്പ് ചെയ്തത് ദീപക് ദേവ് ഫാക്ടർ തന്നെയാണ്. അപ്പൊ ഈ അത് കഴിഞ്ഞിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പഴന്തോറും വീര്യം കൂടുന്നു പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. ശരിക്കും എങ്ങനെ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് നടക്കണം മ്യൂസിക് ഡയറക്ടർ? അതെ, ദീപക് അറിയാലോ. ഓഫ് കോഴ്സ് എന്റെ ആദ്യത്തെ 2 സിനിമയും ബൈസിക്കിൾ ദിവസം സൺഡേ ഗോൾഡൻ ദീപക് ദേവ് തന്നെയായിരുന്നു. ഇപ്പൊ അദ്ദേഹം എംപുരാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ പ്രോജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ മറ്റു സിനിമകളൊന്നും പുള്ളി കമ്മിറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കിയറിയാം, കഴിഞ്ഞ 1 വർഷമായിട്ട് ഒറ്റ സിനിമയും പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പോയിട്ട് ദീപക് ഈ സിനിമ ഒന്ന് കാണും എന്നുകൊണ്ട് ദീപക് എന്റെ സ്റ്റുഡിയോയിൽ ഫസ്റ്റ് ഡബ് ചെയ്യാത്ത വേർഷൻ 2.25 മണിക്കൂറുള്ള ഒരു വേർഷൻ ആണ് ഞാൻ ദീപകിനെ കാണിക്കുന്നത്. ദീപക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട്, ബ്രേക്ക് ചെയ്യണ്ട, സെക്കൻഡ് ഹാഫ് കൂടെ കാണാം എന്ന് പറഞ്ഞു. ദീപക് എനിക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഭയങ്കര വലുതാണ്. ഓഫ് കോഴ്സ് ദീപകിന്റെ പ്രത്യേകത, ദീപക് ഒരു പക്ഷെ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിനേക്കാൾ അല്പം കൂടെ സമയം കൂടുതലെടുക്കും. അത് പുള്ളിയുടെ ഈ ഭയങ്കര പ്രിസൈസ്ഡ് പെർഫെക്ഷൻ വേണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പുള്ളി തന്നെ ഇരുന്ന് ചെയ്യുന്നതാണ്. എല്ലാം അല്ലാണ്ട് വേറെ ആൾക്കാരെ വെച്ചുകൊണ്ട് ചെയ്യിക്കുന്നത് വളരെ കുറവേ ഉള്ളൂ. പുള്ളി തന്നെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഭയങ്കര സൗണ്ടിങ് സെൻസ് ഉള്ള ആളാണ്. അപ്പോൾ ദീപക്കിന് ഒരു സുഹൃത്ത് എന്നതിനപ്പുറം ദീപക് ദേവിന്റെ ആസ് എ മ്യൂസീഷ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര വേഴ്സറ്റാലിറ്റി ഉള്ള ആളാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കരളിന്റെ എന്നുള്ള പാട്ട് ഉദയനാണ് താരത്തിൽ അതേ സിനിമയിലാണ് പറയാതെ അറിയാതെ എന്നുള്ള മനോഹരമായ ക്ലാസിക്, സ്വയംവര ചന്ദ്രിക, അങ്ങനെ പറഞ്ഞ ഇഷ്ടം പോലെ. അപ്പോ അങ്ങനെ ഒരു ഭയങ്കര വേഴ്സറ്റാലിറ്റി ഉണ്ട് ദീപകിന്. പിന്നെ അദ്ദേഹം ശരിക്കും ഇപ്പൊ എഡിറ്റ് മാത്രമല്ല, മ്യൂസിക്കിനും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, സാധാരണ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് 18 ദിവസം മുതൽ 20 ദിവസം വരെയാണ്. പണ്ടൊക്കെ സിനിമയിൽ ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് അന്നൊക്കെ ശരിക്കും 3 ദിവസം അല്ലേ, 3 ദിവസത്തേക്ക് ഒരു സ്റ്റുഡിയോ ബ്ലോക്ക് ചെയ്താൽ 3 ദിവസം കൊണ്ട് റീ റെക്കോർഡിങ് കഴിയും. ഇന്നത് മാറി 20-22 ദിവസമായി. പക്ഷേ ഈ സിനിമയ്ക്ക് ഏതാണ്ട് 4.5 മാസം ദീപക് എടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അത്രയും ഞാൻ പറയും, ഇവർ ഈ 2 പ്രൊഡ്യൂസേഴ്സും എനിക്ക് ടെൻഷൻ ഉണ്ട് ആ സമയത്ത് ഇങ്ങനെ നീണ്ടു പോകുമ്പോഴേ. പക്ഷെ ആ നീണ്ടു പോയതിനൊക്കെ
ദീപക് വർക്ക് കൊണ്ട് അതിന് ഉത്തരം നൽകി. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന രീതിയിലേക്ക് ആ വർക്കിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അറിഞ്ഞേട്ടാ, അപ്പോഴും ഈ ജിസേട്ടൻ പറയുമ്പോഴും ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ പടം അത്രയും ദിവസം ഹോൾഡ് ചെയ്ത് വെക്കുക, ഷൂട്ട് കഴിഞ്ഞു, പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കാന്ന് പറയുമ്പോൾ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. കാരണം മറ്റ് സിനിമകൾ അതോടൊപ്പം നടക്കുന്നുണ്ട്. എങ്ങനെ അത് മാനേജ് ചെയ്ത് പോകുമ്പോൾ? അല്ല, നമ്മൾ ഈ പറഞ്ഞ നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. ആ സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെയിറ്റിംഗ്. അതിപ്പം സിനിമ നന്നാവുക എന്നുള്ളതിനുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ എഫേർട്ട് എടുക്കാമോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് മാത്രമല്ലല്ലോ, പണം ചെലവാക്കുന്നതിന് മാത്രമല്ല, നമ്മളതിന്റെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഔട്ട്പുട്ട് വരാൻ വേണ്ടി നമുക്ക് എടുക്കാവുന്ന എഫേർട്ട്, ടൈമും അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. നമ്മൾ ഇന്ന സമയത്തിന് റിലീസ് ഡേറ്റ് വെച്ചിട്ട് സിനിമ അനൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് സിനിമ ഇവോൾവ് ആയി വന്ന് ഏറ്റവും നല്ല ഷേപ്പിൽ വന്നിട്ട് നമ്മൾ റിലീസ് അനൗൺസ് ചെയ്യുക, സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നത്. അതെന്താ പറയുക, നമ്മൾ ആ സമയവും അത് ചെലവാക്കുക തന്നെയാണ് അതിന്റെ പ്രധാന കാര്യം. ജിസേട്ടാ, ട്രാക്ക് മാറ്റിയ ജിസ് ജോയ് എന്നാണ് ഇപ്പം എല്ലാ സോഷ്യൽ മീഡിയയിലും പറയുന്നത്. അപ്പോൾ ഈ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, അവരുടെ പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പുതിയ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഓരോ ആക്ടേഴ്സിലേക്ക് എത്തിയത്? ആക്ടേഴ്സിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അറിയപ്പെടുന്ന ആൾക്കാരാണ്. എനിക്ക് അതൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ അങ്ങനെ വേണമെന്ന്, എല്ലാ സിനിമ അങ്ങനെ വേണം നിർബന്ധമില്ല കേട്ടോ, പക്ഷെ ഇതിൽ അങ്ങനെ വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഈ ഇനീഷ്യൽ ഡിസ്കഷനിൽ ഇതിന്റെ ക്യാമറാമാൻ ശരൺ വേലായുധനും ഞാനും കൂടെ ഒരു 2 ദിവസത്തെ ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് എന്റെ വീട്ടില്, എന്റെ ഫ്ലാറ്റില്. അപ്പോൾ ആ സിറ്റിംഗിലാണ് ഞങ്ങൾ ഇതിന്റെ കളർ, ഏതെല്ലാം കളേഴ്സ് ഉപയോഗിക്കണം, ഏതെല്ലാം കളേഴ്സ് ഉപയോഗിക്കരുത് എന്നുള്ളൊരു ഡിസിഷൻ എത്തുന്നത്. നിങ്ങൾക്ക് അറിയാം, പറയുമ്പോൾ മാസ്റ്റർ അനമോർഫിക് എന്ന് പറയുന്ന ലെൻസിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ക്രീനിലും ഇത് സ്പെഷ്യലായിട്ട് എഡിറ്റ് ചെയ്യാതെ പ്ലേ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ അതിന്റെ ഒരു അനമോർഫിക് ലെൻസ് വരുന്ന ഒരു ബ്യൂട്ടി ഉണ്ട് സിനിമാറ്റോഗ്രഫിയിൽ. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഓരോ ആർട്ടിസ്റ്റിനും ഇങ്ങനെ പെരുമാറണം, സട്ടിലായിട്ട് നിർത്തേണ്ടടുത്ത് സട്ടിലായിട്ട് നിൽക്കണം. അങ്ങനെയുണ്ട്. ഇപ്പൊ ഒരു സ്റ്റാർ വാല്യൂ വെച്ചിട്ട് ഇപ്പോ ഒരു ഇമ്പോർട്ടൻറ്റ് സീനിലൊക്കെ ചില സീനിലൊക്കെ ആസിഫ് വളരെ സട്ടിലായിട്ട് മിണ്ടാൻ നിൽക്കുകയാണ്. അവിടെ നമ്മൾ ഹീറോ ആണ്, ഇയാൾ പെർഫോം ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ അത് വേറെ കൈൻഡ് ഓഫ് സിനിമയായി പോകും. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജിസേട്ടൻ ട്രാക്ക് മാറ്റിയ പോലെ നസീർക്കൻ ട്രാക്ക് മാറ്റിയതാണോ? അങ്ങനെയല്ല, ഈ പറഞ്ഞ പോലെ അങ്ങനൊരു മാറ്റം കൂടി വേണ്ടേ അല്ലേ? ഇപ്പോ നിങ്ങളൊക്കെ തന്നെ പറയുന്നില്ലേ, എല്ലാവരും നന്നായിട്ടുണ്ട്, കൊള്ളാമെന്നൊക്കെ പറയുന്നില്ലേ? അതായിരുന്നു നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നോ? ഇപ്പൊ ഞങ്ങൾ ഇന്നലെ ഒരു കാര്യം ഞാൻ ജിസ്മോനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മിമിക്രിയിൽ ഞാനൊരു കുറേ താരങ്ങളെ അനുകരിച്ചിട്ടുണ്ട്, രാഷ്ട്രീയക്കാരെയൊക്കെ അനുകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നടനെ ഞാൻ അനുകരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഈ ഒരു 10,000-5,000 പേര് അനുകരിക്കുന്നത് ചിലപ്പോൾ ആ നടനെ ആയിരിക്കും, ആ നടൻ ചെയ്ത് ഹിറ്റാക്കിയ ഏതോ ഒരു കഥാപാത്രത്തെ ആയിരിക്കും. നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് ആ നടൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ സിനിമയിൽ നമ്മളൊരു കഥാപാത്രം ചെയ്ത് വിജയിച്ചാൽ അത് നമുക്ക് മാത്രം ആവശ്യപ്പെട്ടതാണ്. അതിൻ്റെ ഒരു സന്തോഷം. തുടക്കത്തില് എന്നെ അനുകരിച്ചു. അല്ല, ഈ സിംഗിൾ തല രാവണന്റെ കാര്യം ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ തലവനിലെ സിംഗിൾ തല രാവണൻ ആരാണ്? ജിസേട്ടനാണോ? അങ്ങനെ ഒരു ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു പേരാണ് സിംഗിൾ തല രാവണൻ. നമ്മളിലേക്ക് വരുമെന്ന് തോന്നിയിട്ടുണ്ടോ ആ പേര്? ഉറപ്പായിട്ടും സിംഗിൾ തല രാവൺ അങ്ങനെ ഒരു ടൈറ്റിൽ വെക്കാൻ കാരണം അത് ഒരേ സമയം ഹ്യൂമർ ആയിരിക്കണം, അത് ഒരേ സമയം അതിനകത്ത് വേറൊരു ഇൻസൈറ്റ് ഉണ്ടാകണം. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഹ്യൂമർ വർക്കാവുകയും വേണം. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇന്നലെ ആ സീനുകൾക്കൊക്കെ ആൾക്കാർ ക്ലാപ്പ് ചെയ്യുന്നുണ്ടപ്പോ. ഈവൻ ആ ടൈറ്റിൽ പറയുന്നിടത്ത് മുതൽ അതാ പറഞ്ഞ ചില സമയത്ത് നമുക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ആരോ തോന്നിപ്പിക്കുന്നതാണ് ചെയ്യുന്നു. ഈ ടൈറ്റിലുകൾ എവിടുന്നാ കിട്ടുന്നത്? സിംഗിൾ തല രാവണൻ, ജെട്ടിക്കുള്ളിലെ ഭീകരൻ, അതൊക്കെ ഓർത്തിരിപ്പുണ്ടല്ലേ? ഇങ്ങനെ ഇത് ഒരു ദിവസം രഞ്ജി പണിക്കരേട്ടനും കൂടെ മോഹൻകുമാർ ഫാൻസിന്റെ സമയത്ത്, അല്ല വിജയ് സൂപ്പറിന്റെ സമയത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ രഞ്ജിയേട്ടൻ പറഞ്ഞത്, എടാ ഇതിങ്ങനെ എഴുതി വരുന്ന സമയത്ത് ഇപ്പൊ കിങ്ങിലെ ക്യാരക്ടറിന്റെ പേരൊക്കെ ഓരോരുത്തരുടെ പേരും പറയാം, എഴുതി വരുമ്പോ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല, ഡെലിബറേറ്റ്ലി ഒന്നും ചെയ്തിട്ടില്ല. എഴുതി വരുമ്പോൾ ഒരു ഒഴുക്കിനങ്ങ് വരുന്നതാണ്. അത് ശരിയാ. ഞാനിപ്പോ ആലോചിച്ച് എങ്ങനെയാണ് ആ പേര് കിട്ടിയെന്ന് എനിക്കെന്നെ അറിയില്ല. സിംഗിൾ തല
രാവണൻ. അല്ല, സിനിമയിൽ അതിന് ആൻസർ ഉണ്ട്. സിനിമയിലുണ്ട്. വിമൻ ക്യാരക്ടേഴ്സ് ഈ പടത്തിൽ ഇപ്പൊ സാധാരണ ഒരു പോലീസ് സ്റ്റോറിയിൽ പോലീസുകാരന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ യൂണിഫോം ഒക്കെ തേക്കുന്ന, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന അവിടെ വരെ അവസാനിക്കും. പക്ഷെ ഇതിൽ കുറച്ചും കൂടി ഉണ്ട് ചെയ്യാൻ. അങ്ങനെ തന്നെ റൈറ്റിംഗിൽ വേണം, ഇവർക്കൊരു ലെയർ വേണം, ഇവർക്കും കഥയിൽ ചെയ്യാൻ വേണം. അതും നിങ്ങളുടെ ആദ്യത്തെ കഥയിലുണ്ടായിരുന്നോ? ഉറപ്പല്ല, അങ്ങനെയല്ല. ആദ്യത്തെ കഥയിൽ അത് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമയിലും എനിക്ക് ഈ സ്ത്രീ കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പൊ അത് പറയുമ്പോൾ അതിന് വേറൊരു കോണ്ടെക്സ്റ്റില് അതെ എടുക്കണം എന്നില്ല, പക്ഷെങ്കിലും പറയാണ്. ആദ്യത്തെ സിനിമയിൽ ബൈസിക്കിൾ ന്യൂസ് മുതൽ നോക്കിയോ, ഒരു പോയിന്റിൽ ആസിഫിനെ കൊണ്ട്, ആസിഫ് പോലും അറിയാതെ ആസിഫിനെ ചീറ്റ് ചെയ്ത് വേറൊരു ലക്ഷ്യവുമായി പെരുമാറുന്ന അപർണ ഗോപിനാഥ് ചെയ്ത ക്യാരക്ടറാണ്. അതിനുശേഷം സൺഡേ ഹോളിഡേ ചെയ്തു. സൺഡേ ഹോളിഡേ ചെയ്തപ്പോ അപർണ ബാലമുരളി എന്തുമാത്രം വലിയ റോൾ അതിനകത്ത് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. അത്രയും വളരെ തകർന്നിരിക്കുന്ന ഒരാളെ ഒരു സുഹൃത്ത് എന്ന രീതി മോട്ടിവേറ്റ് ചെയ്യിക്കുന്നു. പിന്നെ ഇത് പ്രണയമാകുന്നു. പിന്നെ അതിന് വേറെ ലെയേഴ്സ് വരുന്നു. അതിനുശേഷം വിജയ് സൂപ്പറും പൗർണമിയും ടൈറ്റിലിൽ തന്നെ നമ്മളെ. അപ്പൊ അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ലേഡി കഥാപാത്രങ്ങൾ. വളരെ ശക്തമായിട്ട് സിനിമയിൽ, എല്ലാ സിനിമയ്ക്കും നമുക്ക് അത് വേണമെന്ന് വെച്ച് എഴുതാനൊന്നും പറ്റത്തില്ല. പക്ഷെ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇന്നലെ വരെ നിമിഷം ഞാനായിട്ടൊരു ഫൈറ്റ്. എക്സാക്ട്ലി. എനിക്കത് ഈസി ആയിട്ട് ആന്റണിയും, അതെ കറക്റ്റ്, ആന്റണിയും ആസിഫും കൂടിയിട്ടുള്ള ഫൈറ്റ് ആക്കാമായിരുന്നല്ലോ. അത് എങ്ങനെ നമ്മൾ ചിന്തിക്കുള്ളൂ. പക്ഷെ നമ്മൾ അപ്പൊ പോലും കാണാത്തത് കാണിക്കാൻ. അതാണ്, ആന്റണി ഇരുന്നിട്ടാണ് നിമിഷയെ കൊണ്ട് തന്നെ എടുപ്പിച്ചത്. അനുശ്രീ കുറച്ചു കാലമായിട്ട് തേപ്പുകാരി ഇമേജ് ഉണ്ടായിരുന്നല്ലോ കുറെ കാലം. അപ്പൊ ഈ ജസ്റ്റ് ജോയ് വിളിച്ചപ്പോ അങ്ങനെ നേരത്തെ ചോദിച്ചില്ലേ ഡ്രസ് അയൺ ചെയ്യുക അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നീ എന്തിനു തേക്കാത്തത്? ജസ്റ്റ് ജോയ് ആണ് വിളിക്കുന്നത്. അപ്പൊ എന്താ കോള് വന്നപ്പോ തേപ്പുകാരിയായിട്ടായിരിക്കും, അതോ നായകന് ശക്തി കൊടുക്കുന്ന ആളായിരിക്കും? ഞാൻ ആകെ മഹേഷിന്റെ പ്രതികാരത്തിൽ ഒന്ന് തേച്ചിട്ടുള്ളൂ. ആ തേപ്പ് ഇത്ര ഭയങ്കര ഹിറ്റായൊരു ചാക്കോച്ചനാണ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത്. എന്നെ പറഞ്ഞു നീ അച്ഛൻ്റെ കൂടെ നിൽക്കണം. പിന്നെ പൂവങ്കോഴി സമ്മതിച്ചേക്ക്. അത് എന്റെ മാത്രമേ ഉള്ളൂ. എന്റെ മറ്റേത് ചാക്കോച്ചനത് വെച്ചത്. ഇല്ല, ജിസേട്ടൻ വിളിച്ചപ്പോ എന്തായാലും ഞാൻ തേപ്പ് പ്രതീക്ഷിച്ചില്ല. അത് മേ ബി ഇനി ജിസേട്ടന്റെ ഈ ഫീൽ ഗുഡ് മൂവി മറ്റേതിനകത്ത് ഉണ്ടെന്ന് തോന്നല്ലോ, ശ്രുതി രാമചന്ദ്രൻ ആശിപ്പിക്കുന്ന തേച്ചിട്ടുണ്ടോ, തേപ്പ് പ്രതീക്ഷിക്കണമായിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്തോ വലുത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ജിസേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത്. ഭയങ്കര ആഗ്രഹമായിരുന്നു. എപ്പോഴൊക്കെയോ പരസ്യമായും അല്ലാണ്ടും ഒക്കെ എന്നെ വിളിക്കണില്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ജിസേട്ടൻ്റെ അടുത്ത്. കാരണം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇഷ്ടമായതുകൊണ്ട് തന്നെ മേ ബി ഈ ഒരു ഫീൽ ഗുഡ് മൂവീസിന്റെ ഒരാളായതുകൊണ്ടായിരിക്കാം. പക്ഷേ ജിസേട്ടൻ എന്നെ വിളിച്ചത് ഇങ്ങനത്തെ ഒരു സസ്പെൻസ് ത്രില്ലറിലോട്ടായിരുന്നു. പക്ഷെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സീൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിലൊന്നും ഒരുപാടില്ലെങ്കിൽ പോലും ഓക്കെ, എനിക്ക് കുറച്ച് പെർഫോം ചെയ്യാനുള്ള ഒരു ഏരിയ ഫീൽ ചെയ്തിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ പാർട്ട് ആവാനായിട്ട് ഒരുപാട് ഇഷ്ടമായിട്ട് തന്നെയാണ് ചൂസ് ചെയ്തതും. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്തോഷം ഇപ്പം അനുഭവിക്കാൻ പറ്റി. ഈ കാലിനൊക്കെ പരിക്ക് പറ്റിയ കഥാപാത്രങ്ങളൊക്കെ ചില സിനിമകളിൽ ചെയ്തത് കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ SMMD എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഗ്രൂപ്പുകളുണ്ട്, അവര് ട്രോളി കൊല്ലും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ജിസ്റ്റ്? ഇത് ഓവറാക്കി ചെയ്യണ്ട. ജിസ്റ്റേട്ടൻ പറഞ്ഞൊരു കാര്യം, ഈ വീൽ ചെയർ ഇങ്ങനെ പരിക്ക് പറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഭീകരമായിട്ട് അങ്ങ് ഇരുന്ന് പോയ, അല്ലെങ്കിൽ വീൽ ചെയറിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഈ വാക്കിംഗ് സ്റ്റിക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അത്രയും ഒരു ദയനീയതയിലേക്ക് നമുക്ക് പോകണ്ട, ഒന്ന് മിനിമലായിട്ട് പിടിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓർക്കായിരുന്നു, മിനിമൽ ആവുകയും വേണം, എന്നാൽ നമ്മുടെ ഒരു ഡിഫിക്കൽട്ടി കാണിക്കുകയും വേണം. അപ്പൊ എന്താ ചെയ്യാന്നൊക്കെ ഉള്ളത് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. അപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഡോക്ടർ. പുള്ളിക്കാരി ഈ പറയുന്ന പോലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ്. അതായത് ഇതുപോലെ ഇഞ്ചുറി വന്ന ആളുകളെ തിരിച്ച് ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരുന്ന, അതാണ് അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പുള്ളിക്കാരനെ വിളിച്ച്, ഞാൻ പറഞ്ഞിരുന്നില്ല, ഞാനപ്പോൾ പുള്ളിക്കാരിയെ വിളിച്ചു, എടോ ഇന്ന പോലെയാണ് സംഭവം. അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതുപോലെ ഒരു ഇഞ്ചുറി പറ്റി ഒരു 2 ഇയേഴ്സിനൊക്കെ ശേഷം എന്തൊക്കെയായിരിക്കും ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, നമുക്ക് സിനിമയിൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ പറഞ്ഞു ചിലർ വടിയൊക്കെ പിടിച്ചാൽ മതി, വടിയൊന്നും പറ്റത്തില്ലെന്നാ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഇങ്ങനെ ചിലപ്പം ചില ഞരമ്പുകൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നിട്ട്
ഇതെല്ലാം കൂടെ പറയണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് ചെറിയൊരു ഐഡിയ ഈ പറയുന്ന പോലെ കിട്ടി. അപ്പൊ പെട്ടെന്നൊരു മെഡിക്കൽ കോൺഫറൻസ് അപ്പൊ ഇല്ല ഞാൻ നിർത്തി, പെട്ടെന്ന് എനിക്ക് ബോധം വന്നു. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് ജിസ് ചേട്ടന് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ചെറിയൊരു ഡിസ്കഷൻ നടത്തി. ഞാനിപ്പോ ജിസ് ചേട്ടനെ ഒന്ന് ചെയ്ത് കാണിച്ചു. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയോ, ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ ഇത് നമുക്ക് മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ഡിസ്കഷൻ ഒക്കെ ഇതിന്റെ ബാക്കിൽ നടത്തി നമ്മൾ തീരുമാനിച്ചതായിരുന്നു നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്. അത് രക്ഷപ്പെട്ടു. ആസിഫ് ഇപ്പോ അജിത്തിന്റെയും വിജയന്റെയും സിനിമകൾ വരെ വലിയ രീതിയിൽ റിവ്യൂ ചെയ്യും, അതിന് നല്ല രീതിയിൽ പ്രഹരശേഷിയോടുകൂടി തന്നെ റിവ്യൂ ചെയ്യുന്ന ആളാണ്. ഈ ബ്ലൂ സെട്ടൈമാരൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു റിവ്യൂവർ. അപ്പൊ അതിന് ആള് വളരെ ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ആണ് തലവന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ മഞ്ഞുമ്മലിന് ശേഷം ആസിഫ്ക്ക് അവിടെയും ഉണ്ട് പിടി അങ്ങനെ അല്ല, ഞാൻ ഇപ്പോ സത്യം പറഞ്ഞ ഞാൻ ഫോണില് ഫേസ്ബുക്കിൽ ഇങ്ങനെ റിവ്യൂസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഇന്ന് രാവിലെ ശരണാണ് എനിക്ക് അത് അയച്ചു തന്നത്. അത് ഭയങ്കര വലിയൊരു സൈനാണ്. അവിടെ ചെന്നൈയില് പ്രത്യേകിച്ച് ഞാൻ ഇപ്പം എന്റെ അടുത്ത് കഴിഞ്ഞ ഈ 2 സിനിമകളുടെ പ്രൊമോഷൻ ടൈമിൽ ചോദിച്ചു ഈ അന്യഭാഷാ സിനിമകളിൽ എന്തുകൊണ്ട് അഭിനയിക്കുന്നില്ലെന്ന്. അതിനുള്ള ഉത്തരം ഇവിടെ നിന്ന് ഇപ്പൊ പോകുന്നുണ്ട് അങ്ങോട്ട്. നമ്മൾ ചെയ്യുന്ന സിനിമകൾ മുഴുവൻ ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഇപ്പൊ അതിൽ തന്നെ മെൻഷൻ ചെയ്യുന്നത് ക്രൈം ത്രില്ലർ സിനിമകൾ ചെയ്യാൻ മലയാളികൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ എല്ലാ തരം സിനിമകളും നമ്മൾ ചെയ്യുന്നതിനെ പറ്റി ബാക്കി അന്യഭാഷകൾ സംസാരിക്കുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം. ഇനി അങ്ങനെ സഞ്ചരിക്കട്ടെ. മലയാള സിനിമ ഡബ് ചെയ്യപ്പെടാതെ മലയാള സിനിമയായിട്ട് തന്നെ എല്ലാ തിയേറ്ററുകളിലും പ്ലേസ് നമ്മൾ ഹിന്ദി സിനിമ കാണുന്നത് അതേ എക്സൈറ്റ്മെന്റിൽ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ കാണാൻ പറ്റട്ടെ. ഇന്ത്യൻ 2 എന്നൊക്കെ പറയുന്ന ഒരു വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് അതിൽ. അതായത് സിനിമ അവസാനിക്കുമ്പോൾ കുറെ പേര് പറഞ്ഞിരുന്നു അത് അങ്ങനെ എഴുതി കാണിക്കണം. ഡയറക്ടേഴ്സ് കാർഡ് വരുന്നതിന് മുൻപ് ഈ പറയുന്ന തലവൻ 2 എന്ന് പറയുന്ന അത് എഴുതി കാണിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് കാര്യം ഞാൻ മാത്രമല്ല കേട്ടോ, എഡിറ്റർ സൂരജും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു അത് നമ്മൾ എഴുതി കാണിക്കണം. അത് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ മീൻ അങ്ങനെ ഒരു സീക്വൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് അവർക്ക് തോന്നിടത്തില്ല. അത് വലിയ കാര്യം അല്ലേ? അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇന്നലെ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒത്തിരി പേര് വന്നിട്ട് അതെപ്പോഴാ സീക്വൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ എഴുതി കാണിക്കാതെ തന്നെ അത് അവർക്ക് മനസ്സിലായി എന്നുള്ളത് ഒരുപാട് സന്തോഷം. ഇനി ഈ സാർമാര് ഡേറ്റ് തരണമല്ലോ. ഞാൻ തന്നു കഴിഞ്ഞു. അല്ല സിനിമ കണ്ടവർക്ക് അനുവിന്റെ കാര്യത്തിൽ ഇവിടെ സാധാരണ ഇതിൽ അന്വേഷണാത്മക സിനിമകൾ വരുമ്പോൾ നോർമലി ആ ഒരു കഥയുടെ കൂടെ നമ്മളിപ്പം നായകനാണെങ്കിൽ നായകന്റെ അന്വേഷണത്തോടൊപ്പം നമ്മൾ പ്രേക്ഷകരും അന്വേഷണം തുടങ്ങും. അപ്പൊ ആ അന്വേഷണമൊക്കെ നമ്മൾ ഇപ്പം പല സമയത്തും ഈ ക്രൂവിനോട് ഈ പല സജഷൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നു പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എലമെന്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണോ അങ്ങനെ ചെയ്തത്? അതൊരു കഥ സാധാരണ അതിൽ ഒരു സ്ക്രിപ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ അതിനകത്ത് ഡയറക്ടേഴ്സ് പൊതുവെ സംഭവിക്കാം. ഈ മെയിൻ ആക്ടേഴ്സും ചിലപ്പോൾ സംഭവിക്കാതിരിക്കും. അതേ പറയും ഇവര് ഈ ബിജുചേട്ടനും ആസിഫും എനിക്ക് ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്നിൽ അർപ്പിച്ചൊരു ട്രസ്റ്റ് ഉണ്ട്. കാരണം ഇത് ഈ സംഗതി പുതിയൊരു ട്രാക്കിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണെന്ന് ഞാൻ ഇവരെ രണ്ടുപേരെയും വിളിച്ചിരുത്തിയിട്ട് ചേട്ടാ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ട്രാക്ക് വന്നിട്ടുണ്ട്, ഇത് ഇങ്ങനെ ചെയ്തോട്ടെ. കാരണം ഇവരോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കഥയെ കുറിച്ച്. അപ്പൊ ഇവര് രണ്ടുപേരും തമ്മിൽ ഒരു സപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതാണ് ആ ട്രസ്റ്റ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അത് അത്രയും ഒരു ട്രസ്റ്റാണ് അവർ നമുക്ക് തന്നത്. പിന്നെ ഈ അഭിനയിച്ച ആൾക്കാരെ മുഴുവൻ ആവശ്യമുള്ളവർക്ക് സട്ടിലാക്കി നിർത്താൻ ചില സമയത്ത് മാത്രം ലൗഡാക്കുക, ആ ഒരു പിടി പോകരുത്. കാരണം ഈ കുറ്റാന്വേഷണ സിനിമ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം മാറിയ ആൾക്കാർക്ക് ആളെ മനസ്സിലാകാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ചിന്തിച്ച് അങ്ങനെ പോരുന്നില്ല. ആൾക്കാർ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഈവൺ ഇപ്പൊ ജാഫർക്കയുടെ ആ 2 സീൻ വരുമ്പോൾ പോലും ആൾക്കാർ മെയിൻ മൂലകഥയിൽ നിന്ന് പോകാൻ പാടില്ല. അതിനൊരു ആൻസർ ഉണ്ടാകണം. ബോധപൂർവ്വം എടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ വേറെ ഒന്നും ഇല്ലല്ലോ ചോദിക്കാൻ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഒരുപാട് മനസ്സ് നിറഞ്ഞ സന്തോഷം ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ പറയുക എണ്ണമില്ലാത്ത അത്രയും പ്രേക്ഷകരോടും ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ കാണാൻ ഫസ്റ്റ് ഡേ തിയേറ്ററിലേക്ക് മഴയൊക്കെ അതിജീവിച്ച് വന്നതിലും മനസ്സ് നിറഞ്ഞ റിവ്യൂസ് ഇട്ടതിലും ഓണസ്റ്റ്ലി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് വിളിച്ചു പറഞ്ഞ ഒരു സിനിമ എഴുതാൻ പേനയെടുത്ത് ആദ്യത്തെ വാചകം എഴുതുമ്പോൾ മുതലുള്ള നമ്മുടെ സ്വപ്നമാണ് ഈ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇതിനപ്പുറം വേറൊരു സന്തോഷമില്ല. ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം സിനിമ ഉപജീവന മാർഗമായിട്ടും പാഷനായിട്ടും കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിനപ്പുറം വേറൊരു സ്വപ്നമില്ലാവും. അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നു. അത് എന്നും നിങ്ങളോട് കടപ്പെട്ടവരായിരിക്കും. സിനിമ നിങ്ങളുടെ തൊട്ടടുത്ത തിയേറ്ററുകളിലുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് എത്രയും പെട്ടെന്ന് സിനിമ കാണണം. ഇനിയും കൂടുതൽ റിവ്യൂസ് ഇടണം, ഞങ്ങളെ വിളിക്കണം. ഇതാണ് നല്ല സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഫ്യൂവൽ എന്ന് പറയുന്നത്. ആ ഫ്യൂവൽ തന്നുകൊണ്ടേയിരിക്കണം. ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യു. താങ്ക് യു.